റിച്ചൂസേ സ്കൂളിൽ പോണ്ടേ? സ്കൂളിൽ പോണ്ടേ? എനിക്ക് റിച്ചൂസിന് സ്കൂൾ തുറക്കും. ഇന്ന് ജൂൺ 2. വേഗം കൊടയും കുപ്പായും എല്ലാം ഇട്ടിട്ട് റിച്ചൂസ് പോവല്ലേ. സമയം എത്രയായി റിച്ചൂസേ? 5 മണിയാ. റിച്ചൂസ് ഇന്നലെ പറഞ്ഞു ഞാൻ 5 മണിക്ക് എഴുന്നേക്കുന്നൊക്കെ. സമയം ഇപ്പം 6:30 ആയിട്ട് 6:30 പോകുന്നത്. അപ്പോൾ അധികം ഉറക്കാൻ വിടുന്നില്ല എൻ്റെ റിച്ചൂസിനെ. സ്കൂളിൽ പോകണ്ടല്ലേ. അപ്പോൾ റിച്ചൂസിന് നമ്മൾ നൂലിപ്പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ന് വേണ്ട നൂലിപ്പുട്ട് വേണോ പായസം വേണം? നൂലിപ്പുട്ട് തരാം കേട്ടോ. അപ്പോൾ റിച്ചൂസ് എണീക്കട്ടെ. ഗുഡ് മോർണിംഗ് പറഞ്ഞൊരു ഗുഡ് മോർണിംഗ്. കണ്ണ് പറഞ്ഞിട്ട് ഗുഡ് മോർണിംഗ് പറ. ഉറക്കുണ്ടത്രേ. ഞാൻ അവളെ എണീക്കിട്ടെ. അങ്ങനെ സ്കൂളിൽ പോകാൻ റിച്ചൂസിനെ ഒരുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതാണ് റിച്ചൂസിൻ്റെ പുതിയ ഡ്രസ്സ് കേട്ടോ. സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഇടാൻ വാങ്ങിയതാണ്. റിച്ചൂസ് സ്കൂൾ പോകാൻ റെഡി ആവലേ അല്ലേ? കുളിച്ചു റിച്ചൂസേ. റിച്ചൂസിൻ്റെ പുതിയ കുപ്പായം കാണിച്ചത് ശരി. ബനിയനും ഒരു ട്രൗസറും. ഇത് മേടിച്ചത് എന്താ വെച്ചാൽ നല്ല ഫ്രോക്കൊക്കെ വാങ്ങാൻ വിചാരിച്ചു. നല്ല മഴയാണെങ്കിൽ സ്കൂൾ തുറക്കുമ്പോൾ തന്നെ നനഞ്ഞ് കുളിച്ച് പോകേണ്ടി വിചാരിച്ചിട്ട് ട്രൗസറും ബനിയനാകുമ്പോൾ വേഗം അങ്ങനെ നനയില്ലല്ലോ, ഷോർട്ട്സ് ആയിട്ട് ഇടാലോ. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു ബനിയനും ഇത് മേടിച്ചത്. അല്ലെങ്കിൽ നല്ല ഫ്രോക്കൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഇതിട്ടിട്ട് നമുക്ക് പോവാമല്ലോ റിച്ചോ. ബാ. ആഹാ, റിച്ചൂസ് എന്തൊരു ഹാപ്പിയാണ്. തുള്ളി ചാടുന്നുണ്ട്. കുളിച്ചൊരുങ്ങി അല്ലേ, ഡ്രസ്സൊക്കെ ഇട്ട് ഹാപ്പിയാണ്. നല്ലപോലെ സന്തോഷമുണ്ട് എന്നൊക്കെയാണ് നിങ്ങൾ വിചാരിക്കുന്നത്. അതേപോലെയാണ് എൻ്റെ അവസ്ഥയും. അവൾ ഭയങ്കര ഹാപ്പിയാണ്, സന്തോഷമാണ്. സ്കൂളിലൊന്ന് എത്തിക്കിട്ടിയാൽ മതി എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ നിങ്ങൾ കാണണം ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആദ്യമായിട്ട് സ്കൂളിൽ കൊണ്ടാക്കുന്ന അമ്മമാരുടെ അവസ്ഥയും ചില അമ്മമാരുടെ അവസ്ഥയും, അതുപോലെ തന്നെ സ്കൂളിൽ ആദ്യമായിട്ട് പോകുന്ന കുട്ടികളുടെ അവസ്ഥയൊക്കെ. അതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. എങ്കിലും റിച്ചൂസിൻ്റെ അവസ്ഥ എങ്ങനെയാണ്, റിച്ചൂസിൻ്റെ സ്കൂൾ എങ്ങനെയാണ്, ഏത് സ്കൂളിലാണ് ചേർന്നത്, എങ്ങനെയാണ് റിച്ചൂസിൻ്റെ കാര്യങ്ങളൊക്കെ, സ്കൂളിൽ എത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ അറിയണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അതുപോലെ തന്നെ പുതിയ വ്യൂവേഴ്സാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. അപ്പോൾ ഞാനിതാ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് അവളെ ഒരുക്കുകയാണ്. അപ്പോൾ 2 മാല ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു വൈറ്റ് കളറും ഒരു ബ്ലൂ കളറും. അപ്പോൾ എനിക്ക് വൈറ്റ് ആയിരുന്നു ഇഷ്ടം കേട്ടോ. പക്ഷേ റിച്ചൂസ് പറഞ്ഞു അമ്മ എനിക്ക് ബ്ലൂ മതിയെന്ന്. അപ്പോൾ റിച്ചൂസിൻ്റെ ഇഷ്ടമല്ലേ, കാരണം റിച്ചൂസ് ആദ്യമായിട്ട് സ്കൂളിൽ പോവുകയാണ് അല്ലേ. അതിൻ്റെ ഒരു സന്തോഷം അവൾക്ക് പോകുന്നവരെ ഉണ്ടാവണം അല്ലേ. അവളുടെ എല്ലാ ഇഷ്ടവും പോകുന്നവരെ സാധിച്ചു കൊടുക്കണം എന്ന് ഒരാഗ്രഹിച്ചിരുന്നു കേട്ടോ ഞാൻ. അതുപോലെ അവളുടെ ഇഷ്ടത്തിന് ഞാനെല്ലാം വിട്ടുകൊടുത്തു കേട്ടോ. അപ്പോൾ ബ്ലൂ കളർ മാല വേണമെന്ന് പറഞ്ഞു. അതുപോലെ ബ്ലൂ കളർ മാല ഇട്ട് കൊടുത്തു. അപ്പോൾ വളയൊക്കെ ഇട്ട് അവളെ സുന്ദരിയാക്കി അങ്ങ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് ഞാൻ.
രാവിലെ ഒന്നും കഴിക്കില്ല കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ ഞാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ഇത്തിരി പാലുണ്ടായിരുന്നു. അപ്പോൾ പാല് കാച്ചിട്ട് അവളെ കുടിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ വേഗം സ്കൂളിലെത്തണമെങ്കിൽ വേഗം കുടിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേഗം കുടിക്കുകയാണ്. അപ്പോൾ ഇതാ അവളെ സ്കൂൾ ബാഗൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ഡേ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞിരുന്നു. എങ്കിൽ കൂടി ബാഗ് എടുക്കണമല്ലോ. ഫസ്റ്റായിട്ട് ആദ്യമായിട്ട് പ്രവേശനോത്സവത്തിൽ പോകുമ്പോൾ ബാഗും കുടയൊക്കെ എടുത്തിട്ട് കുട്ടികൾ പോകുന്നത് കാണാനൊരു പ്രത്യേക ഭംഗിയല്ലേ അല്ലേ? അതാണല്ലോ പ്രവേശനോത്സവം, അതാണല്ലോ സ്കൂളിലേക്ക് പോകുന്നൊരു കാഴ്ച. അപ്പോൾ ഞാൻ സ്കൂൾ ബാഗും വാട്ടർ ബോട്ടിലും പ്ലേറ്റും ഗ്ലാസും ഒരു റഫ് നോട്ടൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. പ്ലേറ്റും ഗ്ലാസ്സും എന്ന് വെച്ചാൽ അവിടെ പായസം ഉണ്ടാവും. അപ്പോൾ പായസം കുടിക്കാൻ വേണ്ടിയിട്ട് എടുക്കണമെന്ന് ടീച്ചർ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ബാഗിലൊന്ന് സെറ്റാക്കി വെക്കുകയാണ്. അപ്പം ഇനി മുതൽ സ്കൂളിൽ പോയാലുള്ള അവസ്ഥ എന്താണെന്ന് അറിയില്ല. കാരണം നമ്മൾ ബാഗിൽ ഇട്ട് കൊടുക്കുന്ന സാധനം തിരിച്ചു കൊണ്ടുവരുമോ ഇല്ലയോ എന്നോ ഒന്നും അറിയില്ല. കാരണം അത്രയും ആയുള്ളൂ നമ്മുടെ മക്കൾ. എൻ്റെ റിച്ചൂസിന് വെച്ചാൽ ജൂൺ 23 വന്നാൽ മാത്രമേ 4 വയസ്സാവുള്ളൂ. അപ്പോൾ അത്രയും പക്വതയൊക്കെ ഉണ്ടാവില്ലല്ലോ മക്കൾക്ക്. അപ്പോൾ എങ്കിൽ കൂടി സ്കൂള് പോകേണ്ട പ്രായത്തിൽ പോകണമല്ലേ. അപ്പോൾ LKGയിലേക്ക് പോകുന്ന വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ഒന്ന് കണ്ടിട്ട് വാ. അപ്പോൾ പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് കടക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നല്ല വിദ്യാഭ്യാസം എന്നത് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണല്ലേ. ഏറ്റവും നല്ലോണം പഠിക്കുക എന്നുള്ളത് വേണം എല്ലാവരുടെയും ചിന്തയിൽ എപ്പോഴും ഉണ്ടാവേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട ഒന്നാണ് സമൂഹത്തിൽ നല്ല മക്കളായിട്ട് വളരുക എന്നുള്ളത്. എല്ലാവരും പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും അല്ലേ, അങ്ങനെയുള്ള മനസ്സുള്ള കുട്ടികളായിട്ട് ഓരോ മക്കളും വളരട്ടെ, വിദ്യാഭ്യാസത്തിനോടൊപ്പം നല്ല മക്കളായി വളരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു കേട്ടോ. ഇതാണ് റിച്ചൂസിൻ്റെ സ്കൂൾ കേട്ടോ. ഈട്ടുടുക്ക AUP സ്കൂളാണ്. അപ്പോൾ നമ്മൾ സ്കൂളിലെത്തിയിട്ട് ക്ലാസ്സിലിരുന്നിട്ട് ടീച്ചർ അമ്മമാരൊന്ന് പുറത്ത് നിൽക്കണമെന്ന് പറഞ്ഞതേ ഉള്ളൂ. റിച്ചൂസ് നല്ല പോലെ കരഞ്ഞു കേട്ടോ. അമ്മയടുത്ത് നിൽക്കണം എന്ന് പറഞ്ഞിട്ട് നല്ല പോലെ കരഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് വിളിച്ചു എല്ലാവരെയും. അവിടെ പ്രസംഗങ്ങളും മാജിക് ഷോ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് പോയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഓഡിറ്റോറിയത്തിലെ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു. ശബ്ദമില്ലാതിരുന്നാൽ സമ്മാനം കിട്ടും. കേട്ടില്ലേ? രാവിലെ ഒരു സമ്മാനം കിട്ടിയില്ലേ? എല്ലാവർക്കും വളരെ മനോഹരമായ ഒരു എന്താ കിട്ടിയേ? തൊപ്പിയല്ലേ? ഈ വർഷത്തെ പഠനത്തിന് വേണ്ടി ഇന്ന് മുതൽ ആരംഭിക്കുന്ന പുതിയ വിദ്യാലയ വർഷത്തിൽ പുതിയ അറിവുകൾ നേടി ഈ വിദ്യാലയത്തിലേക്ക് എത്തിയ എല്ലാ പൊന്നുമക്കൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും വിദ്യാലയത്തിന്റെ പേരിലുള്ള ഹൃദയംഗമമായ സ്വാഗതം ആശംസിക്കുകയാണ്. നിങ്ങളുടെ മനസ്സുപോലെ വൈവിധ്യമാർന്ന തൊപ്പികളാണ്. നമ്മുടെ മനസ്സൊക്കെ വൈവിധ്യമാണ്. ഈ ഒരു മനോഹരമായ പൂന്തോട്ടത്തിൽ പല നിറത്തിലുള്ള പല തരത്തിലുള്ള പൂക്കൾ വിരിയുന്നത് പോലെ ഈ വിദ്യാലയ അങ്കണം എന്ന ഈ പൂന്തോട്ടത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളാണ് നമ്മുടെ എല്ലാ മക്കളും. അത്രയും കളർഫുള്ളായി, അത്രയും മനോഹരമായി ഇന്ന് മുതൽ സന്തോഷപ്രദമായ ഒരു വിദ്യാലയ അന്തരീക്ഷത്തിലേക്ക് കടന്നു വരിക എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇന്ന് കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളും ഇന്ന് ഇതുപോലെയുള്ള വിദ്യാരംഭങ്ങൾ കുറിക്കുകയാണ്. പ്രവേശനോത്സവങ്ങൾ നടക്കുകയാണ്. ഒരു വിദ്യാലയം അതിന് മാറി നിൽക്കുന്നില്ല. എല്ലാ വിദ്യാലയങ്ങളും പ്രവേശനോത്സവങ്ങൾ നടക്കുമ്പോഴും 100% അത്യാഹ്ലാദത്തോടു കൂടിയാണ്, മനസ്സ് നിറഞ്ഞ സ്നേഹത്തോടു കൂടിയാണ് ഈ വർഷം ഏറ്റുകൊടുക്ക AUP സ്കൂൾ ഈ പ്രവേശനോത്സവം ആരംഭിക്കുന്നത്. കഴിഞ്ഞ വർഷം നമ്മുടെ 5ാം ക്ലാസ്സിൽ നിന്നും 55 കുട്ടികൾ വിവിധ വിദ്യാലയങ്ങളിൽ ഉന്നത പഠനത്തിന് വേണ്ടി വിദ്യാലയത്തിൽ പോയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നമുക്ക് ആകെ 255 കുട്ടികളായിരുന്നു ഈ വിദ്യാലയത്തിൽ ഉണ്ടായിരുന്നത്, LKG UKG കൂടാതെ. എന്നാൽ ഇപ്രാവശ്യം അത് ആ 55 കുട്ടികൾ പോയതിലും വർദ്ധിച്ചുകൊണ്ട് 257 കുട്ടികൾ ചേർന്നുകൊണ്ട് ഈ വിദ്യാലയം ഈ പഞ്ചായത്തിലെ എന്നല്ല
സമീപ പ്രദേശങ്ങളിലെ മുഴുവൻ വിദ്യാലയങ്ങളെയും പ്രവേശനത്തെ കവച്ചു വെച്ചുകൊണ്ട് മുന്നേറുകയാണ്. അത് മാത്രവുമല്ല, കഴിഞ്ഞ വർഷം വരെ നമ്മുടെ വിദ്യാലയത്തിൽ 5 LP ക്ലാസുകളും 6 UP ക്ലാസും ഈ വിദ്യാലയം ആരംഭിച്ചത് മുതൽ 1946 ആരംഭിച്ചതിന് ശേഷം ഇതുവരെയും 11 ഡിവിഷനിലധികമായിട്ടില്ല. സാങ്കേതികമായിട്ട് നമുക്ക് അനുമതിയൊക്കെ ലഭിക്കാനുണ്ടെങ്കിലും വിദ്യാർത്ഥികളുടെ എണ്ണം കൊണ്ട് ആ 11 ക്ലാസുകൾ ഉണ്ടായിരുന്നത് ഈ വർഷം ആദ്യമായി ഒരു ക്ലാസ് വർദ്ധിച്ചുകൊണ്ട് 12 ക്ലാസുകളായിട്ട് ഉയർത്തുവാൻ നമ്മുടെ ഈ അധ്യയന വർഷത്തിൽ നമ്മുടെ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അധ്യാപകരും PTA-യും മാനേജ്മെന്റും നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളും എന്ന് വേണ്ട ഈ വിദ്യാലയത്തെ സ്നേഹിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും ഒത്തുവിളിച്ചുകൊണ്ട് ഈ വിദ്യാലയത്തെ ഒരു ഡിവിഷൻ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സമാനം നമ്മുടെ ചുറ്റുപാടുമുള്ള മുഴുവൻ വിദ്യാലയങ്ങളിലും വിദ്യാർത്ഥികളില്ലാതെ ഡിവിഷൻ കൊടിഞ്ഞു പോകുമ്പോൾ ഈ അത്യപൂർവമായ നേട്ടം കൈവരിച്ചു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷം നാം അധ്യാപന രംഗത്ത്, പാഠ്യരംഗത്ത് ഈ വിദ്യാലയത്തിലെ മികവിന്റെ ഉദാഹരണമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, ഇത്രയും വിദ്യാർത്ഥികൾ ഇപ്രാവശ്യം വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്വം വർദ്ധിക്കുകയാണ്. ഈ വിദ്യാലയത്തിലെ അധ്യാപകരുടെ ഉത്തരവാദിത്വം വർദ്ധിക്കുകയാണ്. ഈ വർഷം ഒരു ഡിവിഷൻ വർദ്ധിച്ചു, അത്രയും കുട്ടികളും വർദ്ധിച്ചു. അപ്പൊ അവരോടുള്ള കടമ, അതുപോലെ രക്ഷിതാക്കളുടെ ഉത്തരവാദിത്വം ഇതൊക്കെ വർദ്ധിക്കുകയാണ്. ആ ഉത്തരവാദിത്വം ഒക്കെ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ പുതുതായി വന്ന എല്ലാ വിദ്യാർത്ഥികളെയും ഏറ്റവും നല്ല മക്കളെ, വെറും പഠനം മാത്രമല്ല, അവരുടെ സ്വഭാവശീലത്തിലും അവിടെ എല്ലാ തരത്തിലുള്ള ഗുണവും സർവസ്പർശിയായ ഗുണം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഇവിടുത്തെ അധ്യാപകരും PTA-യും മാനേജ്മെന്റും ഒക്കെ മുന്നോട്ട് പോകുമെന്ന് ആത്മാർത്ഥമായി ഇവിടെ കൂടിയിരിക്കുന്ന ഈ രക്ഷിതാക്കളോട്, ഈ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന കുട്ടികളോടും രക്ഷിതാക്കളോടുമായി പറഞ്ഞുകൊണ്ട് എന്റെ ഉത്തരവാദിത്വത്തിലെ ചടങ്ങിലേക്ക് കടക്കുകയാണ്. സൊസൈറ്റിയുടെ സ്ഥാപക ചെയർമാൻ CPM-ന്റെ ഏരിയ സെക്രട്ടറിയുമായിട്ടുള്ള ശശിയാണ്. അതുപോലെ നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ മാനേജർ ശങ്കരമാഷ്, സെക്രട്ടറി വിജയേട്ടൻ, അതുപോലെ A to Z എന്ന് തന്നെ പറയാം സ്ഥാപനത്തിന്റെ എഡ്യൂക്കേഷൻ സൊസൈറ്റിന്റെ ചെയർമാൻ ബാലേട്ടൻ, അതുപോലെ ഈ 1, 2, 3 ക്ലാസുകൾക്കുള്ള കുട്ടികൾക്ക് സമ്മാനങ്ങൾ ചെയ്യുന്ന DYFന്റെ മേഖലാ കമ്മിറ്റിക്കും അതിന്റെ സെക്രട്ടറി വിഷ്ണു തുടങ്ങിയവരെയും രക്ഷിതാക്കളെയും കുട്ടികളെയും അധികം നീട്ടില്ല, കാര്യങ്ങളിൽ കളിക്കാം. ഇതിന്റെ വരുമാനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ശ്രീ ശശാറിനെ ക്ഷണിക്കുകയാണ്. ഈ പ്രവേശനോത്സവത്തിന് സ്വാഗതം ആശംസിച്ച് സംസാരിച്ച നമ്മുടെ അച്ഛനും അതുപോലെ തന്നെ PTA പ്രസിഡന്റ് എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ ചെയർമാൻ ശ്രീ CB ബാലൻ, മാനേജർ ശങ്കരമാഷ്, അതുപോലെ തന്നെ സെക്രട്ടറി P വിജയൻ, അതുപോലെ തന്നെ യുവജന സംഘടനയുടെ സെക്രട്ടറി ശ്രീ വിഷ്ണു, മാതൃസഭി സഹകരണ ബാങ്കിന്റെ ഡയറക്ടർ സ്കൂൾ ഇന്ന് പയ്യന്നൂർ സബ് ജില്ലയിലെ ഏറ്റവും മികവുറ്റ സ്കൂളുകളിൽ ഒന്നായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ സ്വാഗതം പറഞ്ഞപ്പോൾ വളരെ നിറഞ്ഞ സന്തോഷത്തോടെ പറഞ്ഞൊരു കാര്യമുണ്ട്. കഴിഞ്ഞ തവണ ഈ സ്കൂളിൽ നിന്ന് 2 ഡിവിഷനാണ് ഇവിടുന്ന് അധ്യയനത്തിന് വേണ്ടിയിട്ട് ഇവിടുന്ന് പിരിഞ്ഞു പോയത്. അങ്ങനെ പോയപ്പോൾ 255 കുട്ടികൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇത്തവണ അല്പം കുട്ടികൾ കുറയാനിടയാകും എന്നാണ് കരുതിയത്. എന്നാൽ 257 കുട്ടികളായിട്ട് അത് വർദ്ധിക്കുന്ന നിലയാണ് ഉണ്ടായത്. ഇവിടെ നമ്മുടെ LKG കുട്ടികൾ 37 കുട്ടികൾ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് നേതൃത്വത്തിൽ ഇവിടെ ഉണ്ടാക്കിയെടുക്കും. അതുപോലെ തന്നെ ഈ സ്കൂൾ എഡ്യൂക്കേഷൻ സൊസൈറ്റി എടുത്ത കാലം തൊട്ട് ഇങ്ങോട്ടേക്ക് ഇതിന് തൊട്ട് പടിഞ്ഞാറ് വശത്ത് കാണുന്ന സ്ഥലം
ആ സ്ഥലത്ത് നല്ല മനോഹരമായ പച്ചക്കറി തോട്ടമൊക്കെ ഉണ്ടാക്കിയിരുന്നു. അന്ന് പലരും അതിനെ കളിയാക്കുകയാണ് ചെയ്തത് തുടക്കത്തിൽ. എന്നാൽ എല്ലാ വിദ്യാലയങ്ങളിലും പച്ചക്കറി തോട്ടം ഉണ്ടാകണം, നമ്മുടെ മക്കൾ മണ്ണറിഞ്ഞ് വളരണം എന്ന നിലയിൽ പുതിയ രീതിയിലുള്ള പഠന രീതികളെല്ലാം ഈ കേരളത്തിനകത്ത് വരികയാണ്. ഇന്നത്തെ പഠനം ഈ പ്രവേശനോത്സവം ഒരു വലിയ മഹോത്സവം പോലെയാണ് കേരളത്തിൽ നടക്കുന്നത്. ആലപ്പുഴയിലാണ് സംസ്ഥാന ഗവൺമെന്റ് നേരിട്ട് പങ്കെടുത്തുകൊണ്ട് വിപുലമായ പരിപാടികളോടെ വലിയ ആഘോഷത്തോടെ ഇന്ന് TV രാവിലെ കണ്ട ആളുകളെല്ലാം അത് കണ്ടു കാണും. രാവിലെ 8:30 മണി മുതൽ കലാപരിപാടി ആരംഭിച്ചത്. ആ പരിപാടി ഗംഭീരമായിട്ട് അവിടെ നടക്കുകയാണ്. എല്ലാ സ്കൂളിലും ഇതുപോലെ വലിയ തോതിലുള്ള പ്രവേശനോത്സവം നടക്കുന്നു. ഇന്ന് കേരളത്തിനകത്ത് പുതുതായിട്ട് ഇപ്പൊ നമ്മുടെ മുമ്പിലിരിക്കുന്ന ചെറിയ കുട്ടികൾ 37 പേരാണ് ഇവിടെ വന്നതെങ്കിൽ ഇതുപോലെ കേരളത്തിനകത്ത് 3.5 ലക്ഷം കുരുന്നുകളാണ് നമ്മുടെ സ്കൂളുകളിലേക്ക് ഈ അധ്യയന വർഷം എത്തിച്ചേരുന്നത്. ആ നിലയിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പഠന രീതികളെല്ലാം ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് ഈ കേരളം. രവീന്ദ്രൻ, അതേപോലെ തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപക ചെയർമാൻ പി ശശിധരൻ, വേദിയിലുള്ള സൊസൈറ്റിയുടെ സെക്രട്ടറി, അതേപോലെ തന്നെ മാനേജർ, നമ്മുടെ പ്രധാന അധ്യാപകൻ, അതേപോലെ തന്നെ വിശിഷ്ട അധ്യയൻ, ഈ സ്ഥാപനത്തിലേക്ക് കടന്നു വന്ന പെൺമക്കൾ, അധ്യാപകന്മാരെ, നാട്ടുകാരെ, സഹോദരന്മാരെ, വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു നിമിഷത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. 2010 ഈ സ്ഥാപനം അന്യം നിന്ന് പോകുമ്പോൾ സാധാരണ പറയാറുണ്ട് മുട്ടിക്കച്ചുവടം പോലെ സ്കൂളിനെ നടത്തിക്കൊണ്ടിരുന്ന പ്രിയമുള്ള വിദ്യാർത്ഥികളെ, രക്ഷിതാക്കൾ, ഇവിടെ സൂചിപ്പിച്ച പോലെ നമ്മുടെ ഈ വർഷത്തെ വിദ്യാഭ്യാസം പ്രവേശനോത്സവത്തോടുകൂടി ആരംഭിക്കുകയാണ്. ഏറ്റവും മനോഹരമായ ഈ വിദ്യാലയത്തിലേക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും നല്ല ഒരു പുതുവത്സരം ആശംസിച്ചുകൊണ്ട്, നല്ലൊരു വിദ്യാഭ്യാസ വർഷം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. കുട്ടികളൊന്ന് അല്പസമയം ഒത്തുചേരേണ്ടത് വേദിയിലെ നമ്മുടെ ഈ വർഷത്തെ പ്രവേശനോത്സവം വളരെ സന്തോഷം നിറഞ്ഞ ആഹ്ലാദം നിറഞ്ഞ ഈ അധിവേശനത്തിൽ ഉദ്ഘാടനം ചെയ്ത സഖാവ് ശശിധരൻ, അതുപോലെ നമ്മുടെ അധ്യക്ഷൻ PTA പ്രസിഡന്റ്, അതുപോലെ നമ്മുടെ ചെയർമാൻ ബാലേട്ടൻ, അതുപോലെ മാനേജർ ശങ്കരമാഷ്, അതുപോലെ ഈ ഡയറക്ടർ ബോർഡ് അംഗമായ EV നാരായണൻ ഈ കൂടെ വിതരണം ഉദ്ഘാടനം നടത്തുന്നത്. അതേപോലെ ഇവിടെ പങ്കെടുത്തിട്ടുള്ള രക്ഷിതാക്കൾ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുകയാണ്. നമ്മുടെ ഈ സ്കൂളിലേക്ക് മാതൃസഹകരണ ബാങ്കിന്റെ പരിധി പ്രവർത്തിക്കുന്ന 5ഓളം സ്കൂൾ, അതുപോലെ തന്നെ ചൂടുള്ള സ്കൂൾ ഇവിടങ്ങളൊക്കെ ജില്ലാപഞ്ചായത്തിനായി കൂട വിതരണം കൊണ്ട് 1ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് നൽകേണ്ടത്. ഈ കുട്ടികൾ ഈ സ്കൂളിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ കാഴ്ച എന്ന് പറയുന്നത് വേറൊന്നല്ല, ഇത്തവണ LKGയിൽ 40-ലധികം ആൾക്കാർ, അതായത് കുട്ടികൾ വന്ന് ചേർന്നിട്ടുണ്ട്. അതുപോലെ UKGയിലും അത്ര തന്നെ കുട്ടികൾ ഉണ്ട്. അപ്പോൾ മറ്റു സ്കൂളിലൊക്കെ കുട്ടികൾ കുറയുന്ന സമയത്ത് ഈ സ്കൂളിൽ ഇത്രയും അധികം ആൾക്കാർ അല്ലെങ്കിൽ അധികം കുട്ടികൾ ചേരുന്നത് എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അത് എടുത്ത് പറയാണ്ട് നിൽക്കാൻ കഴിയില്ല. അതാണ് ഈ ഒരു സ്കൂളിൻ്റെ ഒരു പ്രത്യേകത. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാം കൊണ്ടും മികച്ച ഒരു വിദ്യാലയം തന്നെയാണ് ഏറ്റെടുക്കുക. അതുകൊണ്ട് തന്നെയാണല്ലോ കുട്ടികൾ ഈ സ്കൂളിലേക്ക് തന്നെ തിരഞ്ഞെടുത്ത് വരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം എന്നെ തീർത്തും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ പായസം കൊടുക്കാറുണ്ട്, അതും കൂടെ കൊടുക്കും. പിന്നെ വാഹനത്തിലെ കാര്യങ്ങളും കൂടി അവരോട് ക്ലാസ് പറയാറുണ്ട്. അത് കഴിഞ്ഞിട്ടേ പിരിഞ്ഞു പോകാൻ വേണ്ടി പാടുള്ളൂ എന്ന് അഭ്യർത്ഥിക്കുകയാണ്.
കൂടി ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. ഒരുപാട് പ്രതീക്ഷകളുമായാണ് ഓരോ കുഞ്ഞും പുതിയ ക്ലാസ്സിലേക്ക് ചുവട് വയ്ക്കുന്നത്. അവരുടെ പ്രതീക്ഷകൾക്കൊത്തുയരാൻ അധ്യാപകരും രക്ഷിതാക്കളും ഒരു പടി കൂടി ജാഗരൂകരായിരിക്കുന്നുണ്ട്. ഒരു കുഞ്ഞിന്റെ പോലും ഭാവി നഷ്ടപ്പെടാതെ അവരുടെ അപ്പോൾ എല്ലാ കുഞ്ഞുമക്കൾക്കും വേണ്ടിയിട്ട് മാജിക് ഷോ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ മാജിക് ഷോ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കണ്ടാസ്വദിച്ചിട്ട് വാട്ടോ. പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായിട്ട് പുതിയൊരു അധ്യയന വർഷത്തേക്ക് കാലെടുത്ത് വെക്കുന്ന എല്ലാ പിഞ്ചോമനകൾക്കും എല്ലാ കുട്ടികൾക്കും എൻ്റെ ആശംസകൾ നേരുന്നു കേട്ടോ. അപ്പോൾ എല്ലാ കുട്ടികളും നല്ല മിടുക്കന്മാരും മിടുക്കത്തികളായിട്ട് വളരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാ കുഞ്ഞുമക്കൾക്കും ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാവരും നല്ല മക്കളായി വളരട്ടെ. അപ്പോൾ പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ കുഞ്ഞുമക്കൾക്കും പായസം വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിച്ചൂസിന് കൊടുത്തിട്ട് റിച്ചൂസ് ഇത്തിരി കഴിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് എല്ലാ LKGയിലെ കുട്ടികൾക്കും സ്കൂൾ മാനേജ്മെൻറ്റ് വക ബാഗ് നൽകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ബാഗൊക്കെ വാങ്ങുകയാണ്. അപ്പോൾ ഇതാണ് ഏറ്റുകൊടുക്ക സ്കൂളും അവിടുത്തെ കാഴ്ചകളും കേട്ടോ. അപ്പോൾ കുറച്ച് സമയം റിച്ചൂസ് അവിടുത്തെ കളിസ്ഥലത്ത് പോയിട്ട് കുറച്ച് സമയം അവിടെ ചിലവഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. റിച്ചൂസിന് സ്കൂളിൽ നിന്ന് കിട്ടിയ ബാഗാണല്ലേ, ഇഷ്ടമായിനാ? ഇതല്ലാണ്ട് നമുക്ക് രാവിലെ റിച്ചു സ്കൂളിൽ പോകുന്നതുകൊണ്ട് ആര് ഗിഫ്റ്റ് കൊണ്ട് തന്നിന്? കളറിംഗ് ബുക്സും ക്രയോൺസും പെൻസിലും റബ്ബറെല്ലാം കൊണ്ട് തന്നിട്ട് രാവിലെ സ്കൂളിൽ പോകുമ്പോൾ ആമി സീനമാമി കളറിംഗ് ബുക്സ്, നീ ഇപ്പോൾ കൊടുക്കുന്ന കളറിംഗ് ബുക്സ് അവർ കൊണ്ട് തന്നെയല്ലേ മോളിൽ? താങ്ക്സ് പറ. താങ്ക്സ് സിനിമാമി പറ. അപ്പോൾ റിച്ചൂസ് LKGയിൽ പോയി. അപ്പോൾ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. അമ്മ പുറത്തേക്ക് പോകാം, അമ്മമാരൊന്ന് പുറത്ത് നിൽക്കണം എന്ന് പറയുമ്പോൾ സമ്മതിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ഭയങ്കര കരച്ചിലായിരുന്നു. നാളെ ഞാൻ ഒറ്റയ്ക്ക് പോകുന്നെല്ലാം പറയുന്നുണ്ട്. നാളത്തെ കാര്യം അറിയില്ല. എങ്കിലും ഇന്ന് കുറച്ച് കരഞ്ഞു കേട്ടോ. എങ്കിലും ഫസ്റ്റ് ഡേ അല്ലേ, ഓക്കെ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചൂടായതുകൊണ്ട്
റിച്ചൂസ് ഡ്രസ്സൊന്നും ഇട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ റിച്ചൂസ് LKG പോയി. അപ്പോൾ പുതുതായി LKG അല്ലെങ്കിൽ UKG 1ാം ക്ലാസ്സിലേക്ക് പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്ന എല്ലാ കുട്ടികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ എന്താ പറയുക ഗുഡ് ലക്ക് എന്ന് മാത്രം പറയുന്നു. എല്ലാവർക്കും ആശംസകൾ നേരുന്നു.